തന്റെ ഉള്ളിലെ സ്നേഹം അവൾ മനസ്സിലാക്കുന്നില്ല എന്നോർത്ത് അവന് വല്ലാതെ വിഷമം തോന്നി. വെറും 2 കൊല്ലം കൊണ്ട് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന പ്രണയവും സ്നേഹവും എല്ലാം പൂർണ്ണമായി ഇല്ലാതായി. ഋഷിൻ എത്രയൊക്കെ അവളോട് അടുക്കാൻ ശ്രമിക്കുമ്പോഴും ശ്രീലക്ഷ്മി അവനിൽ നിന്നും അത്രയും അകന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ശ്രീലക്ഷ്മി കുറച്ച് താമസിച്ചാണ് ഓഫീസിലേക്ക് എത്തിയത്. അവിടെ ഓഫീസിന് പുറത്ത് ഒരുപാട് പേർ കൂടി നിന്ന് പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കണ്ടതും എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. സംശയത്തോടെ അവൾ തന്റെ സുഹൃത്ത് കാവ്യയുടെ അരികിലേക്ക് ചെന്ന് അവളോട് ചോദിച്ചു, എന്തോ കാവ്യ, ഇതെന്താ എല്ലാവരും ഇവിടെ നിൽക്കുന്നേ? എന്താ എല്ലാവരുടെയും മുഖത്തൊരു ടെൻഷൻ? എടി, സുരേഷ് സാർ ഭയങ്കര കലിപ്പില്ല, പ്രത്യേകിച്ച് നിന്റെ അടുത്ത്. നിന്നെ ഞാൻ ഒരുപാട് തവണ വിളിച്ചു, പക്ഷെ നീ ഫോൺ എടുത്തില്ല. നീ വരുമ്പോ സാറിന്റെ ക്യാബിനിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ കാര്യം എനിക്കറിയില്ല. എന്തിനാകും തന്നെ മാനേജർ വിളിപ്പിച്ചത് എന്നോർത്തവൾ അങ്ങോട്ടേക്ക് ചെന്നു. അവൾ ക്യാബിനിലേക്ക് ചെന്നതും മാനേജർ സുരേഷ് മറ്റൊരാളെ വഴക്കു പറയുന്നതാണ് അവൾ കണ്ടത്. ശ്രീലക്ഷ്മിയെ കണ്ടതും സുരേഷിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു.